Hi friends, welcome to our channel Key on Fire. നമ്മൾ ഓസിലേഷൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാസ്മെൻ്റ് പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യുക. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ തൊട്ട് മുന്നേ ഉള്ള ക്ലാസ്സിൽ കൂടുതൽ തിയറി ഇതിനെ സംബന്ധിച്ചുള്ള തിയറി എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് കൂടെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു ഫോളോ. നമ്മൾ പറഞ്ഞു ഫോഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, -kx k=m⍵². ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റുന്ന സാധനങ്ങളൊക്കെയാണ് ആ രീതിയിലുള്ള ഇതെന്ന് പറഞ്ഞാൽ റെസ്റ്റോറിങ് ഫോഴ്സ് ആണ്. ആ ഒരു ഫോം അതൊക്കെയൊക്കെയാണ് നമ്മൾ എന്താ പറയുക സിമ്പിൾ ഹാർമോണിക് മോഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് k ആയതുകൊണ്ട് ഫോഴ്സ് m⍵²x. അതുകൊണ്ട് വി നോ ദാറ്റ് എ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. അതുകൊണ്ട് മാസിനെ മാറ്റിക്കഴിഞ്ഞാൽ ആക്സലറേഷൻ എന്തായി വരും, -ω²x. ഇൻ സിമ്പിൾ ടേംസിൽ ആക്സലറേഷൻ ഇസ് -ω² x. അപ്പോൾ എവിടെയാണ് നമുക്ക് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഒരു മോഷൻ എന്ന് പറയുന്നത് ലൈക്ക് ഒരു നമ്മൾ പെൻഡുലം പറഞ്ഞല്ലോ, പെൻഡുലം അങ്ങോട്ട് പോകുന്നു, പെൻഡുലം തിരിച്ചു വരുന്നു, പെൻഡുലം ഇങ്ങോട്ട് വരുന്നു. സോ ഈ സിമ്പിൾ ഹാർമോണിക്കിൻ്റെ മോഷനിൽ ദിസ് ഈസ് ഇറ്റ്സ് മീൻ പൊസിഷൻ x=0. റിസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ ബോഡിയെ തിരിച്ച് അതിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു ഫോഴ്സാണ്. സോ എവറി ടൈം ഫോഴ്സ് ഈസ് ടുവേർഡ്സ് മീൻ പൊസിഷൻ കേട്ടോ. അപ്പോൾ ദിസ് ടൈം 0 തുടങ്ങുന്നതെങ്കിൽ നമ്മളുടെ ആക്സലറേഷൻ എന്ന് പറയുന്ന മാക്സിമം ആവുന്ന എവിടെയാണ്, x=a. സോ ഹിയർ ആക്സലറേഷൻ ഈസ് മാക്സിമം, ആക്സലറേഷൻ മാക്സിമം ആകും. ബട്ട് വെലോസിറ്റി എന്ന് പറയുന്നത് ω × a² - x² ആണ്. അപ്പോൾ ഒമേഗ മാക്സിമം ആവുന്ന എവിടെയാണ്, വെലോസിറ്റി മാക്സിമം ആവുന്നത് ഇവിടെയും, ആക്സലറേഷൻ മാക്സിമം ആവുന്നത് എക്സ്ട്രീം എൻഡിലും. അപ്പോൾ ഈ ഒരു പോർഷനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇത് കംപ്ലീറ്റ് ഇവിടെ പോയി തിരിച്ച് ഇവിടെ വന്നു, ഇവിടെ പോയി തിരിച്ച് ഇങ്ങോട്ടും കൂടെ വരുന്ന ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു പോർഷന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് T/4 ആണ്. അതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ x = a sin ωt. അതിനെ ഒരു നമ്മൾ സൈൻ്റെ കോസിൻ്റെ ടേംസിൽ പറയുകയാണെങ്കിൽ x = a sin ωt v ഇത് ദിസ്. ഇനി ഒരു കാര്യം കൂടെ പറയാം, ആംപ്ലിറ്റ്യൂഡ് രണ്ടെണ്ണം തരുവാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് നമുക്കറിയാലോ, √a1² + a2² + 2a1 a2 cos ωt. ഇനി അതൊന്നും അല്ലാതെ കൈനറ്റിക് എനർജിയും കൂടെ നോക്കാം. ഇതിൻ്റെ കൈനറ്റിക് എനർജി എത്രയാണ് വരുന്നത്, കൈനറ്റിക് എനർജി നമുക്കറിയാം ½ × m × v². v = r⍵ നമുക്ക് m × v എന്ന് പറയുന്നത് നമുക്ക് v² എന്ന് പറഞ്ഞാൽ നമ്മുടെ വെലോസിറ്റി എത്രയാണ്, ഓക്കെ v² അങ്ങനെ തന്നെ എഴുതാം, ω² × a² - x². ഇതാണ് നമ്മുടെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ വരുന്നത്. കൈനറ്റിക് എനർജി നമുക്ക് മാക്സിമം എവിടെയാണ് വരുന്നത്, കൈനറ്റിക് എനർജി ഈസ് മാക്സിമം വെലോസിറ്റി മാക്സിമം ആവുന്ന കേസിൽ, അതായത് x 0 ആവുന്ന കേസിൽ x = 0 ആകുമ്പോൾ ഇത് എത്ര വരും, കൈനറ്റിക് എനർജിയാണ് നമ്മുടെ മാക്സിമം കൈനറ്റിക് എനർജി വരുന്നത് ഈ മീൻ പൊസിഷനിലാണ്. അതായത് വെലോസിറ്റി മാക്സിമം ½ × m × ω² × a² ആണ് നമ്മുടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അതേമാതിരി തന്നെ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ½ k × x². സോ വാട്ട് ഈസ് ½ k എന്ന് പറഞ്ഞാൽ നമുക്കറിയാം m⍵² × x². സോ ദിസ് ഈസ് അവർ പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി മാക്സിമം എത്രയാണ് വരുന്നത്, പൊട്ടൻഷ്യൽ എനർജി മാക്സിമം വരുന്നത് ½ × m⍵² × x. മാക്സിമം എവിടെയാണ് വരുന്നത്, എയിലാകുമ്പം. സോ a². സോ എനിവേ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയുടെ രണ്ടിൻ്റെ മാക്സിമം എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം = കൈനറ്റിക് എനർജി മാക്സിമം എന്ന് പറഞ്ഞാൽ ½ × m⍵² × a². പക്ഷേ ഇത് രണ്ട് സംഭവിക്കുന്ന രണ്ടിടങ്ങളിലാണെന്ന് മാത്രം. ഇവിടെ എവിടെയാണ്, ഇവിടെ x = 0 ആകുമ്പോഴാണ് കൈനറ്റിക് എനർജി മാക്സിമം ആവുന്നത്. അതായത് ഇവിടെ കൈനറ്റിക് എനർജി മാക്സിമം ആവും. കൈനറ്റിക് എനർജി നമ്മൾ ഒരു വരയ്ക്കുവാണെങ്കിൽ x = m, കൈനറ്റിക് എനർജി മാക്സിമം ആവുന്നത് ഇവിടെയാണ്. സോ കൈനറ്റിക് എനർജി മാക്സിമം ആവുന്ന ദിസ് ഈസ് കൈനറ്റിക് എനർജിയുടെ ഗ്രാഫാണ് മാക്സിമം. ദാറ്റ് ഈസ് ഈക്വൽ ടു ½ × എത്രയാണ് വന്ന് m⍵² a². അതാണ് മാക്സിമം കൈനറ്റിക് എനർജി വരുന്നത് ഇവിടെ ഈ പൊസിഷനിൽ. വെലോസിറ്റി മാക്സിമം ആവുന്ന പൊസിഷനിലാണ് കൈനറ്റിക് എനർജി മാക്സിമം ആവുന്നത്. അന്നേരം പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും, 0. ചില കേസിൽ 0 ആവത്തില്ല, കാരണം ഇത് കുറച്ചുകൂടെ ഈ പെൻഡുലം ഒക്കെ ഗ്രൗണ്ടിൽ നിന്ന് കുറേ മുകളിലേക്കൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ ദർ ഈസ് ആ ലൊക്കേഷൻ കാരണമുള്ള പൊട്ടൻഷ്യൽ എനർജി വരും. ബട്ട് നോർമൽ കേസിൽ പറയുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഇവിടെ മിനിമം ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി 0 ആക്ച്വലി. പൊട്ടൻഷ്യൽ എനർജി എന്താണ്, ½ k x² ആണ്. അപ്പോൾ ഇവിടെ x 0 ആവുന്ന കേസിലാണ് കൈനറ്റിക് എനർജി മാക്സിമം വരുന്നത്. x 0 ആവുന്ന കേസിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആയി മാറും. സോ തിരിച്ച് ഇനി മാക്സിമം ഈ എക്സ്ട്രീം പോയിന്റിൽ വരുമ്പോഴത്തേക്കും പൊട്ടൻഷ്യൽ എനർജി ഭയങ്കര കൂടുതലാണ് അല്ലേ. പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി 0 ഹിയർ, പൊട്ടൻഷ്യൽ എനർജി ഈസ് മാക്സിമം അറ്റ് x = a. ഇത് x = 0 ഉള്ള കേസിലാണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് പഠിച്ചാൽ മതി. എന്തായാലും ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ഏതൊരു പോയിന്റിൽ നമ്മൾ എടുത്താലും ഇറ്റ് ഈസ് ആക്ച്വലി ½ × m⍵² × a² ആയിരിക്കും. ഓക്കെ,
സോ ആ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി എവിടെയാണ് മാക്സിമം വരുന്നത്, എവിടെയാണ് മിനിമം വരുന്നത്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. വാട്ട് ഈസ് ആക്ച്വലി കൈനറ്റിക് എനർജി മാക്സിമം? കൈനറ്റിക് എനർജി മാക്സിമം ഈസ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ. അത് തന്നെയായിരിക്കും പൊട്ടൻഷ്യൽ എനർജി മാക്സിമം. ബട്ട് ഇത് നമുക്ക് വരുന്നത് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0, ഹിയർ ഇറ്റ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എ. ഈ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം വരുന്നത് ഇവിടെയാണ്. അത് വേറെ കളറിൽ വേണം വരയ്ക്കണം. പൊട്ടൻഷ്യൽ എനർജി നമുക്ക് മാക്സിമം വരുന്നത് എക്സ് ഈസ് ഈക്വൽ ടു എ പോർഷനിലാണ്. ദിസ് ഈസ് അവർ പൊട്ടൻഷ്യൽ എനർജി. ഇത് നമ്മുടെ കൈനറ്റിക് എനർജി. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾസോ വൺ പോയിൻറ്റ്. ഇനി നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്യാം. ഓക്കെ, സോ ഓക്കെ, ഇത് 2024/4/2025 ബി ഫാമിൽ വന്ന ക്വസ്റ്റൻ ആണ്. ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റൻ. കോൺസെപ്റ്റ് നിങ്ങൾക്ക് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി ഇതിൻ്റെയൊക്കെ കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ക്വസ്റ്റൻ ഈസ് ലൈക്ക് ദിസ്: എ പാർട്ടിക്കിൾ എക്സിക്യൂട്ട്സ് ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ and its potential energy, kinetic energy and total energy are measured as functions of displacement x ഫ്രം ദ മീൻ പൊസിഷൻ. അപ്പോൾ എക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന മീൻ പൊസിഷനിൽ നിന്നാണ് ആറ്റ് സെൻറ്റർ. അപ്പോൾ നമുക്കറിയാം ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇതാണ്. ഇതിൻ്റെ എക്സ് ഇസ് ഈക്വൽ ടു 0, ഇത് എക്സ് ഇസ് ഈക്വൽ ടു മാക്സിമം, അതായത് ആംപ്ലിറ്റ്യൂഡ്. എക്സ് ഇസ് ഈക്വൽ ടു മാക്സിമം, ഹിയർ ഓൾസോ എക്സ് ഇസ് ഈക്വൽ ടു മാക്സിമം, ദാറ്റ് ഈസ് ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്ന കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ടോട്ടൽ എനർജി. സോ വാട്ട് ഈസ് കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി നമുക്കറിയാം ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ. സോ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ എത്രയാണ്? ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. സോ അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു കെ എക്സ് സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു കെ എന്ന് പറഞ്ഞാൽ എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ. ഈ രണ്ട് എക്സ്പ്രഷൻ നമുക്കറിയാം. ഇനി ചോദിച്ചേക്കുന്നത് എന്താ? ഇങ്ങനെ കുറേ സാധനം വന്നിട്ടുണ്ട്, ഇതിലേതാണ് ശരി? കൈനറ്റിക് എനർജി ഈസ് മിനിമം വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0. എക്സ് 0 ആയി കഴിയുമ്പോൾ എന്താവും? കൈനറ്റിക് എനർജി നമുക്ക് കിട്ടും എത്രയാണ്? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ. അതാണ് കൈനറ്റിക് എനർജി മാക്സിമം. കാരണം ഈ എക്സിൻ്റെ സൈഡിൽ വേറെ എന്ത് വന്നാലും അത് ഈ ഇതിനേക്കാളും കുറവേ വരത്തുള്ളൂ. സോ ദാറ്റ് ഓപ്ഷൻ ഇസ് നോട്ട് 0. നോ, എക്സ് ഈസ് മിനിമം വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0. അത് തെറ്റാണ്. ടോട്ടൽ എനർജി ഈസ്, എനിക്കൊന്ന് ക്വസ്റ്റ്യനിൽ വല്ല തെറ്റുമുണ്ടോ? ഇതല്ലേ? അല്ല, പിന്നെ ടോട്ടൽ എനർജി ഈ 0 വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ് വരുന്നത്? ഈ എക്സ് ഇസ് ഈക്വൽ ടു 0 ഓൾറെഡി കൈനറ്റിക് എനർജി നമുക്ക് മാക്സിമം വരുന്നുണ്ട്. സോ അവിടെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൂടെ കൂടുന്നതാണ്. സോ അവിടെ എന്തായാലും ഇത് ടോട്ടൽ എനർജി 0 അല്ല. കാരണം അവിടെ കൈനറ്റിക് എനർജി 0 അല്ല, കൈനറ്റിക് എനർജി അവിടെ ഉണ്ട്. മാക്സിമം കൈനറ്റിക് എനർജി അവിടെയാണ് ഉള്ളത്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഇങ്ങനെയാണ്, പൊട്ടൻഷ്യൽ എനർജി ഇങ്ങനെയാണ്. ടോട്ടൽ എനർജി എന്ന് വെച്ചാൽ രണ്ടും കൂടെ കൂടുമ്പോൾ ഉള്ള എനർജിയാണ് ടോട്ടൽ എനർജി. സോ ദാറ്റ് ഈസ് സെയിം എവരിവെയർ. അപ്പോൾ ടോട്ടൽ എനർജി അവിടെ ഉണ്ട്. ഇനി അടുത്ത പൊട്ടൻഷ്യൽ എനർജി ഇസ് മാക്സിമം വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0. ഇല്ല, പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണോ എക്സ് ഇസ് ഈക്വൽ ടു 0? പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താ? ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എക്സ് 0, എക്സ് സ്ക്വയർ. അപ്പോൾ എക്സ് 0 ആയി പോകുമ്പോൾ എൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം അല്ല. എക്സ് 0 ആയിരിക്കുന്നിടത്ത് പൊട്ടൻഷ്യൽ എനർജി ഏറ്റവും മിനിമം ആണ് വരുന്നത്. കൈനറ്റിക് എനർജി ഈസ് മാക്സിമം വെൻ എക്സ് ഇസ് ഈക്വൽ ടു മാക്സിമം. എക്സ് മാക്സിമം ആവുന്നത് എവിടെയാണ്? എക്സ് മാക്സിമം ആവുന്നത് വെൻ എക്സ് ബിക്കംസ് ആംപ്ലിറ്റ്യൂഡ്. എക്സ്ട്രീം റൈറ്റ് എൻഡിലും എക്സ്ട്രീം ലെഫ്റ്റ് എൻഡിലും എക്സ് മാക്സിമം ആകും. അവിടെ ഈ എയുടെ സ്ഥാനത്ത് നമ്മൾ എ കൊടുക്കുകയാണെങ്കിൽ പ്ലസ് എയോ മൈനസ് എയോ എന്ത് കൊടുക്കുകയാണെങ്കിലും കൈനറ്റിക് എനർജി 0 ആണ്. അപ്പോൾ എക്സ്ട്രീം എൻഡിൽ കൈനറ്റിക് എനർജി എന്താണ്? കൈനറ്റിക് എനർജി 0 ആണ്. അപ്പോൾ അത് അവർ പറഞ്ഞ മാക്സിമം ആണെന്ന്. അപ്പോൾ അതും തെറ്റാണ്. സോ ലാസ്റ്റ് ഓപ്ഷൻ ഈസ് ഓൺലി ദിസ് വൺ. പൊട്ടൻഷ്യൽ എനർജി ഈസ് മാക്സിമം വെൻ എക്സ് ഇസ് ഈക്വൽ ടു മാക്സിമം. അത് ശരിയാണ്. പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവുന്നത് എങ്ങനെയാണ്? എക്സ് സ്ക്വയർ വെൻ എക്സ് ഇസ് ഈക്വൽ ടു, ഇത് മാക്സിമം ആവുന്നത് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ ആകുമ്പോഴാണ്. ദാറ്റ് ഈസ് എ മാക്സിമം പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവുന്ന എക്സ്ട്രീം എൻഡിലാണ്. അവിടെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവും. ഇത്രയും കിട്ടും കേട്ടോ. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ്. പൊട്ടൻഷ്യൽ എനർജി ഈ എക്സ് ഇസ് ഈക്വൽ ടു 0 കൊടുക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്താവും? എൻ്റെ ടേം 0 ആയി മാറും. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 ആവുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 0യിലും മാക്സിമം ആവുന്നത് എക്സ്ട്രീം എൻഡിൽ അല്ലെ എക്സ്ട്രീം ലെഫ്റ്റ് എൻഡിൽ. എവിടെ എക്സിൻ്റെ വാല്യൂ നമുക്ക് എ ആകുമ്പോൾ മാക്സിമം ആകുമ്പോഴാണ് അത് മാക്സിമം. സോ ദാറ്റ് ഈസ് കറക്റ്റ്. പൊട്ടൻഷ്യൽ എനർജി ഈസ് മാക്സിമം വെൻ എക്സ് ഇസ് ഈക്വൽ ടു മാക്സിമം. സോ ഈ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാം. ഈ രണ്ട് ഇക്വേഷൻ ഓർത്താൽ മതി. കൈനറ്റിക് എനർജി നമുക്ക് ഓൾറെഡി അറിയാം, ഹാഫ് എം വി സ്ക്വയർ. എമ്മിൻ്റെ വിൻ്റെ വാല്യൂ നമുക്ക് ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ വിൻ്റെ വാല്യൂ എടുക്കുക, ഒമേഗ സ്ക്വയറിൻ്റെ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എടുക്കുക, അതിൽ ഈ എക്സിൻ്റെ വാല്യൂ പുട്ട് ചെയ്യുക. അപ്പോൾ അറിയാം എവിടെയാണ് നമുക്ക് മാക്സിമം കിട്ടുന്നത്, മിനിമം കിട്ടുന്നത്. പൊട്ടൻഷ്യൽ എനർജീൻ്റെ മാത്രം നോക്കിയാൽ മതി. ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എക്സ് സ്ക്വയർ. കെ എന്ന് പറഞ്ഞാൽ എം ഒമേഗ സ്ക്വയർ. എക്സ് 0 ആകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഇവിടെ 0 ആണ്. അല്ലെങ്കിൽ ഈ ഒരു
ഫിഗർ ഓർത്തിരുന്നാലും മതി. സോ ഏതെങ്കിലും രീതിയിൽ നിങ്ങളിത് ഓർത്തിരിക്കുക. മിക്കവാറും വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി ഓഫ് ദി സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 25/4/2025 കീമിൽ വന്ന ചോദ്യമാണ്. ഇറ്റ്സ് വെരി സിമ്പിൾ, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഏതെങ്കിലും ആ ചാപ്റ്റർ ഒന്ന് ഓടിച്ചെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 5 minutes എങ്കിലും സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് വെരി സിമ്പിൾ. ഈവൻ നിങ്ങൾ 9th പഠിച്ചൊക്കെ തന്നെ ആയിരിക്കും പലരും. എ മ്യൂസിഷ്യൻ ഹിറ്റ്സ് എ ഡ്രം 90 times in a minute. ദ ടൈം പീരീഡ് ഓഫ് ഹിറ്റ്. ഒരു മ്യൂസിഷ്യൻ എന്ത് ചെയ്തു, ഡ്രം ഒരു മിനിറ്റിൽ 90 times ഹിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടൈം പീരീഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 90 times ഹിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ. അതിൻ്റെ ഫ്രീക്വൻസിയാണ് തന്നേക്കുന്നത്. ഫ്രീക്വൻസി 90 hits per minute. ഒരു മിനിറ്റിൽ. മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 seconds. നമുക്കതിനെ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ ഇറ്റ് ബിക്കംസ് എത്രയാണ്, 3/2 ആണ്. ഇറ്റ്സ് ഹെഡ്സ് ആണ് ഇറ്റ്സ് ഫ്രീക്വൻസി. ടൈം പീരീഡ് നമുക്കറിയാം, ടി എന്ന് പറഞ്ഞാൽ 1/f. ഇറ്റ് ഈസ് ഈക്വൽ ടു 2/3. ഓക്കെ, 2/3 seconds. ഓക്കെ, ഇതിൽ പോയിന്റിലാണ് തന്നേക്കുന്നത്. സോ 2/3 എന്ന് പറഞ്ഞാൽ എത്ര വരും, 0.66 അല്ലേ, 0.6318. സോ 0.67 seconds. സോ 0.67 seconds. ഈവൻ 1 minute പോലും വേണ്ട ഇത് സോൾവ് ചെയ്യാൻ. ജസ്റ്റ് എ മ്യൂസിഷ്യൻ ഹിറ്റ്സ് എ ഡ്രം 90 times a minute. ഒരു മിനിറ്റിൽ അത് 90 times. ചിലപ്പോൾ സെക്കൻഡ്സിലായിരിക്കും തന്നിട്ടുണ്ടാവുക. സെക്കൻഡ്സിലാണ്. ഇറ്റ്സ് ബെറ്റർ ടു കൺവേർട്ട് ഇൻ സെക്കൻഡ്സ് ബിക്കോസ് ഇത് നമ്മളോട് ചോദിച്ചേക്കുന്നത് സെക്കൻഡ്സിൽ തന്നെയാണ്. ഇല്ലെങ്കിൽ നമുക്ക് മിനിറ്റിൽ തന്നെ എടുക്കായിരുന്നു. 90 times പെർ മിനിറ്റ് ആയതുകൊണ്ടാണ് ഞാൻ എന്നെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 60 seconds ആക്കിയത്. അപ്പോൾ നമുക്ക് 3/2 കിട്ടി. അത്രയും ഹെഡ്സ് ആണ്, അല്ലെങ്കിൽ ബൈ സെക്കൻഡ് ആണ്. അതിന് ടി എന്ന് പറഞ്ഞാൽ 1/f. 1/, ഫ്രീക്വൻസിയാണ് ടൈം പീരീഡ്. സോ ആ ഒരു സാധനം മാത്രം അറിയാമെങ്കിൽ വി ക്യാൻ ടി ഈസ് ഈക്വൽ ടു 1/f. അതുപോലെ ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t. ഇതൊക്കെ ഓർത്തേക്കണേ. അല്ലെങ്കിൽ 2π × f. ഇതൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഈ സാധനമൊക്കെ ഇതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ ചേർക്കേണ്ടി വരും. സോ എനിക്കൊന്ന് ഒരുപാട് ടൈമായി. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഐ കം വിത്ത് മോർ ആൻഡ് മോർ ക്വസ്റ്റ്യൻസ്. മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യുക. പഠിക്കാനുള്ളതൊക്കെ ഒന്ന് പഠിച്ച് ഈ ഗ്യാപ്പിൽ, ക്ലാസ് തുടങ്ങുന്നതിന് മുന്നായിട്ട് ഈ ഗ്യാപ്പിലെല്ലാം നിങ്ങൾ പഠിച്ച് ഫില്ല് ചെയ്യുക. ഓക്കെ, ബൈ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.